ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെയിറ്റ് ലോസിനെ സഹായിക്കുന്ന ഒരു സൂപ്പർ ഫുഡിനെ കുറിച്ചാണ്. നമ്മൾക്ക് സുലഭമായി കിട്ടുന്ന വില കുറഞ്ഞിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ഫുഡിനെ കുറിച്ചാണ്. കക്കരി അഥവാ കുക്കുംബർ. ഇത് കാലറി വളരെ കുറഞ്ഞ ഒരു ഫുഡാണ്. ഒരു 2 മീഡിയം സൈസ് കക്കരി കഴിക്കുന്നതും ഒരു അരപ്പഴം കഴിക്കുന്നതും ഏകദേശം സെയിം കാലറിയാണ്. ഈ ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അരപ്പഴം കഴിക്കുന്നതിന് പകരം ഇത്രയും കൂടുതൽ കക്കരി കഴിക്കാൻ പറ്റും. കക്കരി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരിക ഉച്ചക്കത്തെ ചോറിന്റെ സൈഡിൽ 2 കക്കരി വട്ടത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയല്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി കക്കരിയെ അങ്ങനെ കാണേണ്ടി വരില്ല. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 റെസിപ്പികളും കൂടി കൂട്ടത്തിൽ പരിചയപ്പെടാം. മടുക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്കത് കഴിക്കാൻ പറ്റും. അതിന്റെ കക്കരിയുടെ എല്ലാ ആരോഗ്യ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും. ഒരു ദിവസം എത്ര കക്കരി കഴിക്കാം? ഏതാണ് കഴിക്കാൻ പറ്റിയ സമയം? ഇതെങ്ങനെ നമ്മുടെ ഡയറ്റിൽ ശരിയായ രീതിയിൽ ഉൾപ്പെടുത്താം? ആരൊക്കെ കഴിക്കരുത്? എല്ലാം നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. ആദ്യം തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള 3 റെസിപ്പികൾ പരിചയപ്പെടാം. അത് നിങ്ങൾക്കൊരു 5 മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിൾ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കക്കരിയും തൈരും ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ സാലഡാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഈ കക്കരി കാണുന്ന പോലെ സ്ലൈസ് ആയിട്ട് അരിയുക. കക്കരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ 95% വെള്ളമാണ്. അതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് വൈറ്റമിൻസ്, വൈറ്റമിൻ B1, B2 തുടങ്ങി വൈറ്റമിൻ B6 വരെ അതിലുണ്ട്. അതുപോലെ വൈറ്റമിൻ സി ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. അപ്പോൾ കക്കരി സ്ലൈസ് ആയിട്ട് അരിയുക. ഒരു സവാള കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ ചേർക്കുക. ഇനി നമുക്ക് കുറച്ച് തൈര് എടുക്കണം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും, അത് നല്ലൊരു പ്രോബയോട്ടിക് ആണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല പ്രോട്ടീൻ ആണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 3 വെളുത്തുള്ളി ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്തത്, പിന്നെ ഒരു 1/2 ചെറുനാരങ്ങയുടെ നീര് അതും ചേർത്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് കക്കരി ചേർക്കുക, പിന്നീട് സവാള ചേർക്കുക. ഇതിന്റെയൊക്കെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മിന്റ് ലീവ്സ് കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തൈര് മിക്സ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡാണ്. കക്കരിയും തൈരും ഉള്ള നല്ല സൂപ്പർ സാലഡാണിത്. ഇത് ഡിന്നറിന് നിങ്ങൾക്ക് ഒരു ബൗള് നിറയെ കഴിക്കാം. കാലറി പേടിക്കേണ്ട. ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം. ഉച്ചയ്ക്ക് ഒരുപാട് ചോറ് കഴിച്ചാലേ വയറ് നിറയൂ എന്നുള്ളവരുണ്ടാവും. അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഈ സാലഡ് ഒരു ബൗള് കഴിക്കുക. അപ്പോൾ വയറ് ആദ്യം തന്നെ ഫില്ലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിക്കുന്ന ചോറിന്റെ അളവ് കുറയും. ഇനി അടുത്ത റെസിപ്പി നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കക്കിരി ജ്യൂസ്. കക്കിരി നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കുക. കക്കിരി ശരീരത്തെ തണുപ്പിക്കും. അത് ശരീരത്തിലുള്ള ജലാംശം, ഹൈഡ്രേഷൻ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അത് സ്കിന്നിന് വളരെയധികം നല്ലതാണ്. പ്രമേഹമുള്ളവർക്കും കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഭക്ഷണമാണ്. അപ്പോൾ കക്കരി നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചത് എടുക്കുക. ഒരു 2 മല്ലിയില എടുക്കുക, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് നാരങ്ങാനീര്. ശുദ്ധമായിട്ടുള്ള തേൻ കിട്ടുന്നവർക്ക് ഒരു ടീസ്പൂൺ തേനും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ശുദ്ധമായ തേൻ എന്ന് പറയാൻ കാരണം, ശുദ്ധമായ തേനാണെങ്കിൽ അത് നിങ്ങളുടെ വെയിറ്റ് ലോസിനെ സഹായിക്കും. പക്ഷേ ഇപ്പോൾ വരുന്ന പലതും ആഡഡ് ഷുഗർ ഒക്കെ ചേർത്ത് വരുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ജ്യൂസ് ആയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഒരു ഗ്ലാസ് ജാർ എടുത്ത് നമുക്ക് ഇതിന്റെ ഗുണം ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട്, വെയിറ്റ് ലോസ് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ചിയാ സീഡ്സ് കുതിർത്തത്, നേരത്തെ കുതിർത്ത് വെച്ച ഒരു ടീസ്പൂൺ ചിയാ സീഡ്സ് കൂടി നമ്മൾ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ചേർക്കുക. അതിലേക്ക് ജ്യൂസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് കുടിക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റും. മോർണിംഗ് ഇത് കഴിക്കുന്നവർക്ക് ഇത് കഴിക്കാം. ഡിന്നറിനും അത് നല്ലൊരു ഓപ്ഷനാണ്. ചിയാ സീഡ്സിന്റെ ഗുണങ്ങൾ നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് രാവിലെ പോലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വളരെ ഫില്ലിംഗ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറഞ്ഞാൽ ഈ ഗോതമ്പിനൊക്കെ അലർജി ഉള്ളവർക്ക് പോലും ഇത് ധാരാളമായിട്ട് കഴിക്കാൻ പറ്റും. ഇത് രാവിലെ തന്നെ കഴിച്ചാൽ നമ്മുടെ വയറൊക്കെ ഫില്ലായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. അപ്പം പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും.
ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെ ഇത് കഴിക്കാം. 2 മീഡിയം സൈസ് കക്കരി എടുക്കുക. കക്കരി എപ്പോഴും തൊലിയോട് കൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കക്കരിയുടെ തൊലിക്കും ധാരാളം ഗുണങ്ങളുണ്ട്. ഇപ്പൊ കക്കരിയിലൊക്കെ കീടനാശികൾ ഉണ്ടാവുന്നുള്ളതാലേ നമ്മുടെ പ്രശ്നം. അത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ചേർത്ത വെള്ളത്തിൽ 10 മിനിറ്റ് കക്കരി മുക്കി വെക്കുക. അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളത്തിലായാലും മതി, 10 മിനിറ്റ് മുക്കി വെക്കാം. അതും അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ വെള്ളത്തിൽ മുക്കി വെക്കാം. 10 മിനിറ്റിന് ശേഷം അത് നന്നായിട്ട് തുടച്ചിട്ട് നമുക്ക് കക്കരി ഉപയോഗിക്കാൻ പറ്റും. കക്കരി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ കൊറിയാണ്ടർ ലീവ്സ് 1 കപ്പ്, ആവശ്യത്തിന് പച്ചമുളക് അത് ചെറുതായിട്ട് അരിഞ്ഞോട്ടെ, മല്ലിയില ചെറിയൊരു ടേബിൾ സ്പൂൺ, ജീരകം 1/2 ടേബിൾ സ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം വരും. നമ്മൾ പറഞ്ഞൂലേ കക്കരിയിൽ 95% വെള്ളമാണ്. അപ്പൊ ആ വെള്ളം ഒന്നും ഒഴിവാക്കണ്ട. നമുക്ക് അതിലേക്ക് 1 കപ്പ് ജോവർ പൗഡറും കൂടി എടുക്കണം. ഈ ജോവർ പൗഡർ എന്ന് പറയുന്നത് ചോളത്തിന്റെ പൊടിയാണ്. ചോളം എന്ന് പറയുന്നത് ധാരാളം ഫൈബർ ഉള്ള ഒരു സംഭവമാണ്. അതൊരു മുഴുധാന്യമാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ധാന്യമാണ് ഈ ജോവർ എന്ന് പറയുന്നത്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് കോൺഫ്ലവർ അല്ല കേട്ടോ. ഈ കോൺഫ്ലവർ ഒക്കെ തൊട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അല്ലേ, വൈറ്റ് കളർ ആയിരിക്കും, ഫൈൻ പൗഡർ ആയിരിക്കും. അത് റിഫൈൻഡ് ആയിട്ട് വരുന്ന പൊടിയാണ്, അതല്ല. അപ്പോൾ നമ്മൾ ജോവർ പൗഡർ എടുക്കുക, അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം മിക്കവാറും നമുക്ക് ആഡ് ചെയ്യേണ്ടി വരാറില്ല. എന്നാൽ കക്കരിയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ അതിലുണ്ടാവും. ഒരുപാട് ടൈറ്റാണ് മാവെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ മാവ് പരുവത്തിലാവുമ്പോൾ അത് നമ്മളൊരു കയ്യിൽ നമ്മളൊരു പത്തിരി ഉണ്ടാക്കാനുള്ള അളവിനായിട്ട് എടുക്കുക. ഒരു കയ്യിൽ കൊള്ളാവുന്ന മാവ് എടുത്താൽ മതി. അത് പത്തിരിയായിട്ട് പരത്തിയെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ചെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഈ പത്തിരി ഇട്ട് വേവിച്ചെടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റും. പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് കക്കരിക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കുറയ്ക്കാനുള്ള കഴിവുണ്ട് എന്നാണ്. ചിലതിന് ക്യാൻസർ പോലും തടയാനുള്ള കഴിവുണ്ട്. ഇനി ഇത് എത്ര കഴിക്കണം? ഒരു 100 ഗ്രാം മുതൽ 200 ഗ്രാം വരെ ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിൽ ധാരാളം നാരുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അതവർക്ക് ചിലർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ, ദഹിക്കാൻ ബുദ്ധിമുട്ട് ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇത് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ വയറിളക്കം വരാം. അങ്ങനെയുള്ളവര് ഈ കക്കരിയുടെ തൊലി കളഞ്ഞിട്ട് കഴിച്ചാൽ അത്രയും പ്രശ്നം വരാറില്ല. തൊലി കളഞ്ഞിട്ടും അങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ കക്കരി കഴിക്കാതിരിക്കുക. കക്കരിക്ക് തണുപ്പുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ കഫക്കെട്ട്, അലർജി ഒക്കെ ഉള്ള സമയത്ത് ഈ കക്കരി നിങ്ങൾ ഒഴിവാക്കണം. ഇനി അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് കക്കരിയിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ട് എന്നല്ലേ. നമ്മൾ വളരെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു കക്കരി സാലഡ് ഒക്കെ കഴിച്ചാൽ ഒരു പ്രത്യേക ഉന്മേഷം തോന്നും. അപ്പോൾ അതിന് ധാരാളം പൊട്ടാസ്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ കിഡ്നി രോഗികൾക്കൊക്കെ കക്കരി അത്ര നല്ലതല്ല. തീർച്ചയായും നിങ്ങളോട് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ കക്കരി കഴിച്ചാൽ നമ്മുടെ കൊഴുപ്പൊക്കെ ശരീരത്തിൽ കൊലിഞ്ഞു പോകുന്നു, നമ്മൾ കക്കരി കഴിക്കുന്നതോടെ മെലിഞ്ഞു പോകുന്നൊന്നും വിശ്വസിക്കരുത്. കക്കരി കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് കാലറി കുറവാണ്. ആ കാലറി കുറവായതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ കഴിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ വയറ് ഫില്ലായ പോലെ തോന്നും. സ്വാഭാവികമായിട്ടും മറ്റുള്ള ഫുഡിന്റെ അളവ് കുറയും. അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലായി വെയിറ്റ് ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കക്കരിയുടെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു, ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ റെസിപ്പികളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എങ്ങനെ കഴിക്കാൻ പറ്റിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റിൽ പറയുക. നിങ്ങളുടെ വെയിറ്റ് ലോസിന് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതെന്നും കൂടി നിങ്ങൾക്ക് കമന്റിൽ പറയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.